നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തരുന്ന പരീക്ഷണങ്ങളിലൊന്നാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാട്. പ്രത്യേകിച്ച് അത് പിഞ്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ അത് നമുക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഒരു ആശ്വാസവാക്കുകൊണ്ടോ ഒന്നും ആ ഒരു വേദനയെ പരിപൂർണമായും ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മക്കൾ സ്വർഗലോകത്ത് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്നാണ്. അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് സ്വർഗവാതിൽ നിന്ന് അവർ അവരുടെ മാതാപിതാക്കളെ സലാം പറഞ്ഞ് മാടി വിളിക്കുമെന്നാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ മാലാഖമാരോടായി അള്ളാഹു ചോദിക്കും, നിങ്ങൾ എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണത്തെയാണോ പിടിച്ചത്? അതെ എന്ന് മാലാഖമാർ പറയും. അപ്പോൾ ആ അടിമ എന്തു പറഞ്ഞു എന്ന് അള്ളാഹ് ചോദിക്കും. അപ്പോൾ ഹമിദക്ക വസ്തർജ, നിന്റെ തൃപ്തിയിൽ നിന്റെ വിധിയിൽ അവൻ തൃപ്തിപ്പെട്ട് നിന്നെ സ്തുതിച്ചു. വസ്തർജ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനം പണിയണം അയാൾക്ക് വേണ്ടി. എന്നിട്ട് ആ ഭവനത്തിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. അയ്യൂബ് നബി അലൈഹിസ്സലാമിനും സമാനമായ സംഭവമുണ്ടായപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് മക്കൾ മരണപ്പെട്ടിട്ടും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചതെന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹുവാണ് എനിക്ക് മക്കളെ തന്നത്, അവനത് തിരിച്ചെടുത്തു, അതിൽ ഞാൻ സംതൃപ്തനാണ് എന്നായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറുപടി. അള്ളാഹു നമുക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ.